ഇതൊരു ഷവർലയുടെ GM മോട്ടോഴ്സിൻ്റെ ഒപ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വണ്ടിയാണ് കേട്ടോ. നല്ല ഹൈ പെർഫോമൻസ് എഞ്ചിനാണ്, നല്ലൊരു പെർഫോമൻസ് വരുന്ന വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി നമ്മൾ റിസീവ് ചെയ്തേക്കുന്ന കംപ്ലയിൻറ്റ് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിസീവ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ വർക്ക്. അതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് കരയേണ്ട കാര്യമില്ല, കാര്യം യൂഷ്വൽ ആയിട്ടുള്ള സസ്പെൻഷൻ വർക്ക്. പിന്നെ ബ്രേക്ക് എഫിഷ്യൻസി കുറവുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടോ, ഈ ഡിസ്ക് നല്ല തിക്കിന് ഇതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലെയ്ത്തിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്ത് പുതിയ പാഡ് കൊടുത്ത് സെറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിൻ്റെ സിസ്റ്റം സെറ്റ് ആക്കാൻ പറ്റും. രണ്ടാമത്തെ കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയാമോ? രണ്ടാമത്തെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അവിടെ എവിടെ നിന്നൊക്കെയോ വെള്ളം ലീക്കാണെന്നുള്ളത്. നല്ല രീതിയിൽ വെള്ളം കുറയുന്നുണ്ട്, വെള്ളം ലീക്കാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടായാലും എവിടെ നിന്നാണെന്ന് പെട്ടെന്ന് അറിയാൻ കിട്ടുന്നില്ല. അവസാനം നോക്കിയപ്പോഴത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ഇതിൻ്റെ വെള്ളം ലീക്കാവുന്നു ഈ വാട്ടർ പമ്പിൽ നിന്നായിരുന്നു കേട്ടോ. ഈ വാട്ടർ പമ്പ് ഫുള്ളി കേടായി, ഇതിൻ്റെ സൈഡിൽ നിന്നായിരുന്നു വെള്ളം ലീക്കായിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അതിൻ്റെ പഴയ വാട്ടർ പമ്പാണിത്, പുതിയ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് ക്ലിയറായി. ഇതിൻ്റെ വാട്ടർ പമ്പ് മാറ്റാൻ കുറച്ച് ടാസ്ക് കേട്ടോ. ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റിനകത്താണ് ഇരിക്കുന്നത്. ടൈമിംഗ് കേസ് മൊത്തം ഇളക്കണം, മാറ്റണം. അപ്പോൾ അത് ടാസ്ക്കാണ്. അങ്ങനെ അത് വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ടാസ്ക് എന്താണെന്നറിയാമോ? മൂന്നാമത് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓയിൽ ലീക്ക് പരിഹരിക്കണമെന്ന് പറഞ്ഞു. അതൊത്തിരി കടുപ്പമുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ഈ എഞ്ചിൻ്റെ ആൾമോസ്റ്റ് എല്ലായിടത്തു നിന്നും ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. എന്നാലും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് 100% ക്യൂർ ആക്കാൻ പറ്റുമെന്ന് ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. എന്നാലും ശരി, നമ്മളാൽ കഴിയുന്ന വിധത്തിൽ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം ഇത് ഒത്തിരി പഴക്കം ചെന്ന വണ്ടിയാണ്. പിന്നെ ഷവർലെ വണ്ടികളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഡീസൽ വേരിയൻറ്റിന് ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങ് ആൾമോസ്റ്റ് എല്ലായിടത്തു നിന്ന് എവിടെ നിന്നൊക്കെയോ വരും. അത് നല്ല രീതിയിൽ ക്യൂട്ടായിട്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ എഞ്ചിൻ ഇളക്കി അത്രയും കണ്ട എഫർട്ട് ഇതിൽ ചെയ്യണം. അതിന് കോസ്റ്റും കൂടുതലായിരിക്കും. അപ്പം നമ്മളാൽ കഴിയുന്ന മേജർ ലീക്കെല്ലാം നമ്മൾ റിപ്പയർ ചെയ്യുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കൺസേൺ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇത് സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ട്. സ്റ്റാർട്ടിങ് ഡിലേ എന്ന് വെച്ചാൽ മോർണിംഗിൽ സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ട്. അപ്പോൾ മോർണിംഗിലെ സ്റ്റാർട്ടിങ് ഡിലേയുടെ കേസ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്, ഇതിന് ഹീറ്റർ പ്ലഗ് 4 എണ്ണം വരുന്നത്. ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്. അപ്പോൾ ഈ 4 എണ്ണം കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ 4 എണ്ണം നമ്മൾ പുതിയത് ഇതാണ്ടോ ജെനുവിൻ തന്നെ മേടിച്ചിട്ടുണ്ട്, GMൻ്റെ. അപ്പോൾ ഇത് 4 എണ്ണം നമ്മൾ മാറ്റുന്നുണ്ട്. പക്ഷേ അത് കൂടാണ്ടൊരു പ്രോബ്ലം കൂടി ഈ വണ്ടിക്കുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ ഓടി വന്ന് നിന്നാലും പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നില്ല. അത് എൻ്റെ ഒരു തോട്ടി പറയുന്നതാണ് കേട്ടോ. അത് ശരിയാവണമെന്നൊന്നുമില്ല. കാര്യം ഹീറ്റർ പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും കാര്യം ഓടി വന്ന് നിന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ നമുക്കൊരു വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? നല്ല കംപ്രഷനുള്ള ഒരു എഞ്ചിൻ വേണം, അല്ലയോ? എഞ്ചിൻ വേണേ. രണ്ടാമത് നല്ല പ്യൂറായിട്ടുള്ള എയർ വേണം. മാക്സിമം അധികം ചൂടായിട്ട് അല്ലാത്ത നല്ല തണുത്തിട്ടുള്ള എയർ മാക്സിമം എഞ്ചിനകത്തോട്ട് എത്തണം. അതിന് ഒരു നിശ്ചിത ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റി എയർ കിട്ടണം. അത് കറക്റ്റ് സെൻസേഴ്സ് എല്ലാം വാല്യൂ ചെയ്യണം. ഇനി മൂന്നാമത് ഫ്യൂവല് അതിൻ്റെ കൺസേൺ, അതിൻ്റെ പാരാമീറ്ററിനനുസരിച്ചിട്ടുള്ള ടെമ്പറേച്ചറിലും ആ പ്രഷറിലും ഫ്യൂവല് നമ്മളെ വണ്ടിക്ക് എഞ്ചിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യണം. അപ്പം ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഈ നോസിൽ ആ സൈഡെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എയർ നോക്കി ഓക്കെയാണ്, നോസിൻ്റെ സൈഡ് നോക്കി അത് ഓക്കെയാണ്. പിന്നെ ടെർബോ അങ്ങനെയുള്ള ആ ജാതി എല്ലാ ഐറ്റവും നോക്കി. ടെർബോ ഒക്കെ റീസെൻ്റ്ലി അവർ പണിതാണ് കേട്ടോ. അതെല്ലാം ഓക്കെ ആണ്. എന്നിരുന്നാലും വണ്ടിക്കൊരു സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ട്. അതായത് ചില സമയങ്ങളിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം അതിന് എന്താണെന്ന് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ 2-3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാര്യം, ഇതിൻ്റെ കംപ്രഷൻ വീക്ക് ഉണ്ടായിരുന്നു. കംപ്രഷൻ എങ്ങനെയാണ് വീക്ക് ഉണ്ടായിരുന്നത്? ഇതിന് പഴയ ഇരുന്ന ഹീറ്റർ പ്ലഗ് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സൈഡിൽ നിന്ന് കംപ്രഷൻ വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്രഷൻ വീക്ക് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ സ്റ്റാർട്ട് ആവത്തില്ല. വീക്കെന്ന് വെച്ചാൽ മേജർ അല്ല കേട്ടോ, മൈനർ ആയിട്ടാണ്. പിന്നെ ഇതൊന്നും കൂടാണ്ട് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ? ഇലക്ട്രിക്കലി ഞാൻ റീഡ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കാണിക്കില്ല. ചിലപ്പോൾ നമ്മളൊന്നും കാണാത്ത എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ, അപ്പോൾ അതും ഫൈനലൈസ് ചെയ്യണം. അതും റിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കംപ്ലയിൻറ്റുകൾ കസ്റ്റമർ എൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് റിമൈനിങ് ചെയ്യുന്നത് ഇതിൻ്റെ വാട്ടർ ലീക്ക് മാറ്റി ഓയിൽ ലീക്കിൻ്റെ നോക്കേണ്ടിയിരിക്കുന്നു. സസ്പെൻഷൻ്റെ വർക്ക് ഉണ്ട്. ഇന്ന് പാഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായം എന്താണ് ഈ വണ്ടിയെക്കുറിച്ച്? വണ്ടി ഉള്ളവരുണ്ടാവും, ഈ വണ്ടിയെക്കുറിച്ച് അറിയാമെന്നുള്ളവരുണ്ടാവും. ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചും ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ മെയിൻ ടാസ്ക് എന്തുവാ? ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡിലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടെത്തും, നോക്കും. എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടുകയാണെങ്കിലോ സോൾവ് ആവുകയാണെങ്കിലോ ഞാൻ നിങ്ങൾ എന്തായാലും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.